നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഡ്രോണുകളും യുദ്ധവിമാനവും ആയുധങ്ങളും നൽകി സഹായിച്ച തുർക്കിയുമായി കണക്ക് തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഇപ്പോൾ. തുർക്കിയുടെ ബന്ധശത്രുവും മറ്റൊരു നാറ്റോ സഖ്യരാജ്യവുമായ ഗ്രീസുമായി ഇന്ത്യ സുപ്രധാനമായ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് S-400 എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഗ്രീസിന് നൽകാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. തുർക്കി മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയാവുകയും തുർക്കിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറാവുന്ന ഇന്ത്യയുടെ ലാസം മിസൈൽ സംവിധാനം ഗ്രീസിന് നൽകുന്നതിലൂടെ സിന്ദൂർ ഓപ്പറേഷനിൽ തുർക്കി എടുത്ത പാക് അനുകൂല നിലപാടിന് അവർ തുർക്കിയോട് പ്രതികാരം ചെയ്യുന്നു അഥവാ പ്രതികാരം വീട്ടുകയാണ് എന്ന ഒരു സമീപനമുണ്ടാകും. അങ്കാര വരെ എത്താൻ ശേഷിയുള്ള ഇന്ത്യ സ്വയം വികസിപ്പിച്ച മിസൈലുകൾ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. തുർക്കി S-400 എയർ ഡിഫൻസ് സിസ്റ്റം തങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കാൻ പദ്ധതിയിടുമ്പോഴാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. വായു, ജല, കര അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഗ്രീസും തുർക്കിയുമായി വർഷങ്ങളായി തർക്കം തുടരുമ്പോഴാണ് തുർക്കി S-400 അതിർത്തികളിൽ വിന്യസിക്കാനുള്ള നീക്കം നടത്തുന്നത്. മാത്രമല്ല, നിയമവിരുദ്ധമായി തുർക്കി സൈനികർ സപ്രസിൽ തുടരുന്നതിനെ ശക്തമായി എതിർക്കുന്ന രാജ്യം കൂടിയാണ് ഗ്രീസ്. ഇതിനിടെ ഗ്രീസും സപ്രസും ഇന്ത്യയും ചേർന്ന ഒരു ത്രിരാഷ്ട്ര സൈനിക കൂട്ടുകെട്ടിനുള്ള തീരുമാനം രൂപപ്പെട്ടതായും സപ്രസ് തീരങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യവും ഗ്രീസുമായി ഒരു വ്യോമ സൈനിക സഹകരണവും ഉറപ്പാക്കാനുള്ള കരാറിന് അന്തിമ രൂപരേഖ ആയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇന്ത്യ വായുസേനാ മേധാവി AP സിംഗ് ഒരു സന്ദർശനം നടത്തിയിരുന്നു. അതായത് എഥൻസിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഇതോടെയാണ് തുർക്കി മാധ്യമങ്ങൾ ത്രിരാഷ്ട്ര സഖ്യം രൂപപ്പെടുന്ന കാര്യവും ഇന്ത്യ തക്കം പാർത്തിരുന്ന് തുർക്കിക്കെതിരെ പകരം വീട്ടുകയാണ് എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മറ്റ് നാറ്റോ രാജ്യങ്ങളൊക്കെ കൈക്കൊണ്ടതുപോലെ തുർക്കിയും നിഷ്പക്ഷ നിലപാടായിരുന്നു കൈക്കൊള്ളേണ്ടത് എന്നാണ് പക്ഷക്കാരായ തുർക്കിയിലെ ഒരു ഭാഗം ആളുകൾ പറയുന്നത്. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായ സമയത്ത് ഇന്ത്യ നടത്തിയ ഒരു ഇടപെടലും അതോടൊപ്പം പാകിസ്ഥാന്റെ നിഷ്ക്രിയത്വവും മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തുർക്കിയെ പോലെ ഗ്രീസും നാറ്റോ സഖ്യത്തിലുള്ള രാജ്യമാണ്. സപ്രസ് നാറ്റോ സഖ്യത്തിൽ ഇല്ലെങ്കിലും നാറ്റോ സമാധാന സേനയുടെ ഭാഗവും യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യവുമാണ്. തുർക്കിയുടെ യൂറോപ്യൻ യൂണിയൻ പ്രവേശനം വീറ്റോ ചെയ്തിരിക്കുന്നതും സപ്രസ് ആണ്. സപ്രസും ഗ്രീസും പരസ്പരം സഖ്യ രാജ്യങ്ങളാണ്. ഇരു രാജ്യങ്ങൾക്കും തുർക്കിയോട് പല കാര്യത്തിലും യോജിപ്പില്ല. ഈ അവസരത്തിൽ ഗ്രീസ് സർക്കാർ സൈനിക സഹായത്തിനായി ഇന്ത്യയെ സമീപിച്ചപ്പോൾ ഇന്ത്യ അത് സ്വീകരിക്കുകയും ഇന്ത്യയുടെയും അതോടൊപ്പം ഗ്രീസിന്റെയും സഖ്യരാജ്യമായ സപ്രസിനെയും ഒപ്പം കൂട്ടുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഇടപെടൽ എതിർക്കാൻ നാറ്റോ സഖ്യത്തിനും യൂറോപ്യൻ യൂണിയനും കഴിയില്ല എന്ന വസ്തുതയും ഇന്ത്യയുടെ ധീരമായ നിലപാടുകളും തുർക്കിയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.